തന്നെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ VS സുജിത്ത് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. സസ്പെൻഷനിൽ താൻ തൃപ്തനല്ല, 5 പേർക്കെതിരെയും നടപടി വേണം, മർദ്ദിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്, പിരിച്ചുവിടും വരെ സമരം തുടരുമെന്നും VS സുജിത്ത് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇവരെ പിരിച്ചുവിട്ടുകൊണ്ട് നിയമത്തിന് മുന്നിൽ ഇവരെ വിധേയനാക്കണം, ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ തീരുമാനം. അതിന് വേണ്ടിയിട്ടുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങളും സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ഡിസ്മിസിൽ കുറഞ്ഞിട്ട് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഡിസ്മിസ് കൂടാതെ അവരെ ഈ 5 പേരെ 4 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, 5 പേരെയും കൂടിയിട്ട് ശിക്ഷിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഹരിശങ്കർ ഉൾപ്പെടെയുള്ള ഒരുവിധം ഉന്നതായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് അവരെടുത്ത ഒരു നിലപാടൽ വളരെ നമുക്ക് നമ്മളെ ഒരു കബളിപ്പിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ഒരു രീതിയിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് യാതൊരുവിധ അതിലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല. അത് CCTV ദൃശ്യത്തിൽ ശശിധരൻ തല്ലുന്നതായിട്ട് കാണുന്നില്ല. അതാവും പോലീസിനെ പറ്റിയിട്ടുണ്ടാവുക. വിഷ്വൽസിൽ കാണുന്നില്ല. പക്ഷെ എന്നെ മകളിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെ ആദ്യം അടിക്കുന്നതും എല്ലാം ഈ ശശിധരൻ ഉൾപ്പെടെയാണ്. ശശിധരൻ സാറാണ് ശരിക്കും ഒരു ബ്രില്യന്റ് ഗുണ്ട എന്ന് തന്നെ വരെ പറയാം. നടരാജ് പരശുരാം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, സുജിത്ത് തന്റെ ഭാഗം വ്യക്തമാക്കി, നേരത്തെയും പറഞ്ഞതാണ്, അതായത് ഇപ്പോഴുള്ള ഒരു സസ്പെൻഷൻ നടപടി അതൊരു ശിക്ഷയെ തന്നെ കാണുന്നില്ല, പിരിച്ചുവിടൽ നടപടിയിൽ കുറഞ്ഞൊന്നും മതിയാകില്ല എന്നുകൂടെയാണ് പറയുന്നത്. അത്തരം നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ കാണാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും സുജിത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നതെന്ന്. ശരിയാണ്, സുജിത്ത് ഒരിക്കലും സസ്പെൻഷൻ നടപടിയിൽ തൃപ്തരാവാൻ സാധ്യതയില്ല. കാരണം അപമാനം ഏറ്റുവാങ്ങിയത് സുജിത്താണ്, മർദ്ദനമേറ്റത് സുജിത്താണ്, ആ വേദന കൊണ്ടതും ആ മാനസിക വ്യഥ അനുഭവിച്ചതും സുജിത്താണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കാനും ആശ്വാസം നൽകാനും കഴിയുമെങ്കിലും ഇതിലെ വിക്ടിം എന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണിത്. അദ്ദേഹം ഒരിക്കലും സസ്പെൻഷൻ നടപടി പോരാ എന്ന് നേരത്തെ തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്നതാണ്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഭവം കോൺഗ്രസ് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വൈകിട്ടോടുകൂടി തൃശ്ശൂരിൽ എത്തുന്നുണ്ട്. അദ്ദേഹം സുജിത്തിനെ കാണും, സുജിത്തിന്റെ കാര്യങ്ങളിൽ മറ്റ് നിയമ നടപടികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കും. രാവിലെ സുജിത്ത് തങ്ങളുടെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സുജിത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയതാണ്. ഇതിൽ ഉൾപ്പെടാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി ഈ കേസിൽ കൊണ്ടുവരാനുള്ള നിയമ നടപടി തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അന്ന് പോലീസ് ഡ്രൈവറായിരുന്നു, പിന്നീട് ഇപ്പോൾ റവന്യൂ വകുപ്പിലെ ജോലിക്കാരനാണ്. അദ്ദേഹം തന്നെ മർദ്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെയും കേസ് വേണം, അദ്ദേഹത്തെ കൂടി ഇതിൽ ചേർക്കാനുള്ള നടപടികൾ സുജിത്ത് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ പോലീസ് സ്റ്റേഷനുകളിൽ CCTV ക്യാമറകൾ വേണമെന്ന് സംബന്ധിച്ച് നടക്കുന്ന കേസിൽ സുജിത്ത് കക്ഷി ചേരുമെന്നും പറഞ്ഞിട്ടുണ്ട്. CCTV ക്യാമറകൾ ഉള്ള ഭാഗത്ത് നിന്ന് കിട്ടിയ ദൃശ്യങ്ങളാണിത്. ഇല്ലാത്ത ഭാഗത്തിൽ ഇതിലും ക്രൂരമായ മർദ്ദനം നടന്നുവെന്ന് സുജിത്ത് തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ സുജിത്ത് നിയമ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല, സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരും. കേരളത്തിൽ ഈ കേസിൽ കൂടുതൽ പോലീസുകാരെ പ്രതികളാക്കാനുള്ള ശ്രമവും സുജിത്ത് തുടരും. എന്തായാലും കോൺഗ്രസ് സുജിത്തിനൊപ്പമുണ്ട്. പ്രക്ഷോഭ പരിപാടികൾ തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.